ബൊഗൈൻവില്ല ഇതുപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കാനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അതിനായിട്ട് മെയിനായിട്ട് നമ്മുടെ ഈ സൺലൈറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന കുറച്ച് വളങ്ങൾ, ഇത്രയും സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബൊഗൈൻവില്ല വീടിന്റെ മുമ്പിൽ ഇതുപോലെ പൂത്തൊലഞ്ഞ് കൊല കുത്തി പൂത്ത് കിടക്കുന്നത് കേട്ടില്ലേ? അതാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇതുപോലെ പൂക്കൾ വേണമെങ്കിൽ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പോട്ടിങ് മീഡിയ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ടൊരു നല്ലൊരു വലിയ പോട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഹോൾസൊക്കെ നന്നായിട്ട് ക്ലിയർ ആവാനായിട്ട് ഒരു ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ അടുത്ത ലെയറായിട്ട് കുറച്ച് കരിയിലായിട്ട്, അതൊരു കമ്പോസ്റ്റായിട്ട് ഇതിനകത്ത് തന്നെ ജീർണിച്ച് കിട്ടും. അപ്പോൾ കുറച്ച് കരിയിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫംഗിസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കൊന്നയിലയാണ്. നമ്മുടെ ഈ കൊന്നയില ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വളവും നല്ല നൈട്രജൻ്റെ സോഴ്സും ഉണ്ട്. പ്ലാന്റിന് നല്ല ഹെൽത്തായിട്ട് വളരാനും പറ്റും. അപ്പോൾ ഇത് ഇത്രയും ഇട്ടിട്ടാണ് നമ്മൾ ഈ പോട്ടിങ് മീഡിയ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. പോട്ടിങ് മീഡിയയിൽ വരുന്നത് മെയിനായിട്ട് മണ്ണ്, മണൽ, അതുപോലെ ചകിരിച്ചോറ്, ഉമ്മി അല്ലെങ്കിൽ പെർലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ പെർലൈറ്റൊക്കെ ആഡ് ചെയ്യാം. നല്ലൊരു കമ്പോസ്റ്റായിട്ട് നമുക്ക് വെർമി കമ്പോസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ് നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഒരു പോട്ട്, ഇപ്പം നല്ല റൂട്ടായി വെച്ചിരിക്കുന്നത് പോലൊരു പോട്ട് നമ്മളിൽ നിന്ന് റീപോട്ട് ചെയ്യുവാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു പോട്ടിനെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വെച്ച്, അതായത് വേര് പൊട്ടാതെ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വേര് പൊട്ടാതിരിക്കാനാണ് ഇങ്ങനെ സൈഡ് തട്ടിയിട്ട് നമ്മൾ പോട്ടിന് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെയുള്ള പോട്ടിങ് മീഡിയം ആണെങ്കിൽ പോട്ടിങ്സ് അനങ്ങാതെ തന്നെ നമുക്കിങ്ങനെ കിട്ടും. ഇത് എടുത്തിട്ട് നമ്മളിങ്ങനെ പോട്ടിലേക്ക് വെച്ച് നന്നായിട്ട് വീണ്ടും ഫില്ല് ചെയ്ത് വെള്ളം ഒഴിച്ച് ആദ്യത്തെ ദിവസം ഒന്ന് തണലത്ത് വയ്ക്കാം. പിന്നീട് നമുക്ക് നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്തേക്ക് മാറ്റാം. ഇത്ര മനോഹരമായിട്ട് നമുക്ക് ഫ്ലവർ ചെയ്ത് നിൽക്കാം. ഫ്ലവറിങ് ഫെർട്ടിലൈസേഴ്സ് നമുക്ക് DAP കൊടുക്കാം, അതുപോലെ ബസാക്കോട്ട കൊടുക്കാം, അതുപോലെ ചാണകം, ആട്ടിൻകാഷ്ടം, എല്ലുപൊടി ഇതൊക്കെ കൊടുത്താൽ സിമ്പിളായിട്ട് ഫ്ലവർ ചെയ്യും. ഒരുപാട് ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ജൈവവളങ്ങൾ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ NPK ഒക്കെ വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ചെയ്യാൻ ഇത്രയും ചെയ്താൽ മതി. അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കും കേട്ടോ.